സ്കൂളിൽ വെച്ചും സ്കൂൾ ബസ്സിൽ വെച്ചും മകൻ അതിക്രൂരമായി പീഡിപ്പിക്കപ്പെട്ടു. നിറത്തിന്റെ പേരിൽ അവഹേളിക്കപ്പെട്ടു. ആ കുട്ടി അനുഭവിച്ച വേദനകളെക്കുറിച്ചും അവൻ്റെ മരണത്തെക്കുറിച്ചും ഓർക്കുമ്പോൾ അമ്മയുടെ ചങ്ക് പൊട്ടുന്നുണ്ട്. എറണാകുളത്ത് റാഗിങ്ങിനെ തുടർന്ന് 15-കാരൻ ആത്മഹത്യ ചെയ്തെന്ന കേസിൽ സത്യം പുറത്തുവരണം. മിഹിർ എന്ന 10ാം ക്ലാസ്സുകാരന് എന്താണ് സംഭവിച്ചതെന്നറിയാൻ പോലീസ് അന്വേഷണം തുടങ്ങി. തിരുവാണിയൂർ ഗ്ലോബൽ പബ്ലിക് സ്കൂൾ വിദ്യാർത്ഥി മിഹിർ അഹമ്മദ് 2 ആഴ്ച മുൻപാണ് ഫ്ളാറ്റിന് മുകളിൽ നിന്നും ചാടി മരിച്ചത്. കുട്ടി മുൻപ് പഠിച്ചിരുന്ന ജെം സ്കൂളിലെ വൈസ് പ്രിൻസിപ്പലിനെതിരെയും കുടുംബം ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. സ്കൂളിൽ അതിക്രൂരമായി മിഹിർ റാഗ് ചെയ്യപ്പെട്ടെന്നും സ്കൂൾ അധികൃതർ ഇടപെട്ടില്ലെന്നുമാണ് കുടുംബത്തിന്റെ ആരോപണം. കഴിഞ്ഞ ദിവസം മിഹിറിന്റെ രക്ഷിതാക്കൾ പോലീസിന് കൈമാറിയ പരാതിയിലാണ് ക്രൂരമായ റാഗിങ്ങിനെ കുറിച്ച് വ്യക്തമാക്കുന്നത്. സ്കൂളിൽ വെച്ചും സ്കൂൾ ബസ്സിൽ വെച്ചും മകൻ അതിക്രൂരമായി പീഡിപ്പിക്കപ്പെട്ടുവെന്നും സംഭവത്തിൽ മുഖ്യമന്ത്രിക്കും DGPക്കും പരാതി നൽകിയിട്ടുണ്ടെന്നും കുടുംബം. എന്നാൽ ആരോപണം വസ്തുതാപരമല്ലെന്നാണ് സ്കൂൾ അധികൃതരുടെ വാദം. സ്കൂളിൽ വെച്ച് റാഗിംഗ് നേരിടേണ്ടി വന്നതായി മിഹിർ അധ്യാപകരോട് പരാതിപ്പെട്ടിട്ടില്ലെന്നും ഒന്നും മറച്ചുവെക്കാനില്ലെന്നും അന്വേഷണവുമായി സഹകരിക്കുമെന്നും സ്കൂൾ അധികൃതർ വ്യക്തമാക്കി. അന്വേഷണത്തിന്റെ ഭാഗമായി സ്കൂളിലെ CCTV ദൃശ്യങ്ങളടക്കം പോലീസ് ശേഖരിച്ചു. കുടുംബം പറയുന്ന സ്കൂളിലെ സമൂഹമാധ്യമ കൂട്ടായ്മയെക്കുറിച്ച് പോലീസ് അന്വേഷിക്കുന്നുണ്ട്. മിഹിറിനെ അപകീർത്തിപ്പെടുത്തുന്ന ചാറ്റുകളുടെ വിശദാംശങ്ങളും പോലീസ് ശേഖരിച്ചു. ഈ മാസം 15-ാം തീയതിയാണ് മിഹിറിനെ ഫ്ളാറ്റിൽ നിന്ന് ചാടി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ന്യൂസ് 18 കൊച്ചി.